കുറച്ച് എപ്പിസോഡുകളിലായി ഇംഗ്ലീഷ് ഭാഷയിലുള്ള മാത്സ് പസിൽ പരിചയപ്പെടുത്തുകയാണ്. ഓരോ എപ്പിസോഡിലും 2 മാത്സ് പസിലാണ് ഉള്ളത്. അതിൽ ആദ്യത്തതിൻ്റെ പസിലും ഉത്തരവും ഞാൻ നൽകും. രണ്ടാമത്തതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഇടണം. തുടങ്ങാം. Easier by the dozen. Place the numbers from 1 to 12 as follows. The odd numbers go in the triangle. The even numbers go in the circle. The numbers that are divisible by 3 go in the square. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3 രൂപങ്ങളുണ്ട്. ഒരു ത്രികോണം, ഒരു വൃത്തം, ഒരു ചതുരം. ഈ 3 രൂപങ്ങളില് 1 മുതൽക്ക് 12 വരെയുള്ള സംഖ്യകളാണ് ഇടേണ്ടത്, വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒറ്റ സംഖ്യകളൊക്കെ ത്രികോണത്തിൽ വെക്കണം, ഇരട്ട സംഖ്യകളൊക്കെ വൃത്തത്തിൽ വെക്കണം. 3 കൊണ്ട് ഹരിക്കാവുന്ന 1 മുതൽക്ക് 12 വരെയുള്ള സംഖ്യകളിൽ 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ മുഴുവനും ചതുരത്തിൽ വെക്കണം. അതെങ്ങനെ വയ്ക്കും എന്നതാണ് ഈ പസിൽ. 1 മുതൽക്ക് 12 വരെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 സംഖ്യകൾ. അത് ട്രയാങ്കിൾ വെക്കണം, വൃത്തത്തിൽ വെക്കണം, ചതുരത്തിൽ വെക്കണം. അതില് ഒറ്റ സംഖ്യകളൊക്കെ എവിടെ വെക്കേണ്ടത്? ഇൻ ദ ട്രയാങ്കിൾ. അപ്പോ 1, 3, 5, 7, 9, 11 ഒക്കെ ത്രികോണത്തിൽ വെക്കണം. ബാക്കിയുള്ള 2, 4, 6, 8, 10, 12 ഒക്കെ വൃത്തത്തിൽ വെക്കണം. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളൊക്കെ ചതുരത്തിൽ വെക്കണം. 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 6, 9, 12. അപ്പൊ ഇതിൽ തന്നെ എന്താ? ഒറ്റ സംഖ്യകളുണ്ട്, ഇരട്ട സംഖ്യകളുണ്ട്. ആ ഒറ്റ സംഖ്യകളൊക്കെ എന്തിൽ വെക്കണം? ഇൻ ദ ട്രയാങ്കിൾ. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ചതുരത്തിൽ വെക്കാനുണ്ട്, വൃത്തത്തിൽ വെക്കാനുണ്ട്, ത്രികോണത്തിൽ വെക്കാനുണ്ട്. ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ്. ആദ്യം ഇത് പെടാത്തത് 1, 5, 7, 11 അതൊക്കെ നമുക്ക് എവിടെ വെക്കാം? ത്രികോണത്തിൽ വെക്കാം. 1, 5, 7, 11 കുഴപ്പമില്ല. ഇനി നമ്മൾ വെക്കേണ്ടതാ 3, 9 കൂടിയുണ്ട്. അത് എവിടെ വരണം? ചതുരത്തിൽ വരണം. വൃത്തത്തിലൊക്കെ വരാനും പാടില്ല. അപ്പോ ചതുരവും ട്രയാങ്കിൾ കൂടി ചേർന്ന ഈ ഭാഗം 3, 9. അപ്പം ത്രികോണത്തിൽ ഏതൊക്കെ സംഖ്യകൾ വന്നു? 1, 5, 3, 7, 9 എല്ലാ ഒറ്റ സംഖ്യകളും ഇപ്പോൾ ത്രികോണത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം 3 കൊണ്ട് ഹരിക്കാവുന്ന ഒറ്റ സംഖ്യകൾ ചതുരത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ഇരട്ട സംഖ്യകളാണ് വരേണ്ടത്. ഇരട്ട സംഖ്യകൾ വരുമ്പോൾ ആ ഇരട്ട സംഖ്യകളൊക്കെ വൃത്തത്തിലാണ് വരേണ്ടത്. വൃത്തത്തിൽ 6ഉം 12ഉം എന്തിൽ വരണം? വൃത്തത്തിൽ വരണം, ചതുരത്തിലും വരണം. 6, 12. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? 2, 4, 8, 10. ഇതാണ് നമ്മുടെ ഈ പസിലിന്റെ സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇവിടെ ഈ പസിലിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഉത്തരം വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട പസിലാണ് പറയാൻ പോകുന്നത്. വെയിറ്റിംഗ് ഇൻ ലൈൻ. At the local sandwich shop, every customer who enters is given a number. On one particularly busy lunch hour, customers 17 through 31 were waiting to be called.
If you counted up all the waiting customers, how many would there be? ഒരു സാൻഡ്വിച്ച് ഷോപ്പാണ്. അവിടെ ആളുകൾ വരുന്നുണ്ട്. അതിൽ ക്യൂ ഉണ്ട്. കുറച്ച് ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ പ്രകാരം കാത്തു നിൽക്കുന്നവരെ 17 മുതൽക്ക് 31 വരെയാണ്. അങ്ങനെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം എത്രയാണ്? സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ.